ചോദിച്ചാ എന്റെ കൂടെയാന്ന് പറഞ്ഞാ മതി. ഹലോ, നീ ഇതെവിടെയാ? എത്തിയോ? എന്നിട്ടെവിടെ? പാർക്കിങ്ങിലോ? ആ, ഞാൻ എന്താ വരുക. ഇവിടെ ആരുമില്ലല്ലോ. നിന്നെന്താ സൗണ്ട് കേട്ടെ? തോന്നിയതാവും. ഹലോ, ഇവളെന്താ കോൾ എടുക്കാതെ? ഐറ, പിക്കപ്പ് ദ കോൾ. ഹലോ, ആരാ? നീ ഇതെവിടെ പോയി കിടക്കുക? എത്ര നേരം കൊണ്ട് വിളിക്കുക ഞാൻ നിന്നെ? നീയായിരുന്നോ? എന്താടാ? നീ ഇപ്പിടം ബെഡേന്ന് എഴുന്നേറ്റിട്ടില്ലേ? വർക്ക് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് സമാധാനത്തോടെ കടന്നത്. അത് ഞാനൊന്ന് ഉറങ്ങിത്തോട്ടെ. ഉറങ്ങി ഇതെല്ലാം മതി. നീ ആ TV ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. എന്താടാ നീ കാര്യം പറ. നിന്നോട് ഓൺ ചെയ്യാനല്ലേ പറഞ്ഞത്? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാവസായിക പ്രമുഖനും മന്ത്രി ഐസക് ജോണിന്റെ സഹോദരനായ മാർട്ടിൻ ജോണിന്റെ പുത്രി സേറ മാർട്ടിൻ ജോണാണ് ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇത് സ്പോട്ട് എവിടെയാ? അത് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. വിത്തിൻ 15 minutes നീ ഇവിടെ ഉണ്ടായിരിക്കണം. സാറ് കുറെ നേരം നിന്നെ അന്വേഷിക്കുന്നു. നീ ഫോൺ വെച്ചോ, ഞാൻ എത്തിയേക്കാം. അതെ, തള്ളി കയറിയത് എങ്ങോട്ടാ? റിപ്പോർട്ടേഴ്സിനെ ആരെയും അകത്ത് കയറ്റി വിടരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പുതിയ ആളാണോ? ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കണം മാഡം. അല്ലേലേ ഈ പത്രക്കാരെ കൊണ്ട് ശല്യ. അതിന്റെ ഇടയ്ക്ക് നീ എന്താ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? കയറി വരുന്നില്ലേ? അതിന് ഈ സാറിന്റെ അകത്തേക്ക് കയറ്റി വിടണ്ടേ? എന്താടോ, ടീം ലീഡർ ആരാന്നറിയാണ്ടാണോ താൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്? ഐറ മാഡം, ഐ എം റിയലി സോറി മാഡം. ഞാൻ ആളറിയാതെ എനിക്കറിയില്ലായിരുന്നു. തന്റെ ഇടവെല്ലാം കൊള്ളാം, പക്ഷെ അത് എന്റെ മേത്തേക്കല്ല കാണിക്കേണ്ടത്. കോലയിലെ തുണിയിച്ചിട്ട് വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് അവരില്ലേ, അവരുടെ വായ ആദ്യം അടപ്പിക്കേ. മാഡം ഇപ്പം നടന്ന സംഭവത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതിയോ? എന്ത് നോക്കിക്കോടോ, പിടിച്ചു മാറ്റാൻ നോക്കല്ല അതിനെ. മാഡം പ്ലീസ്. നിങ്ങൾ പാലം വെക്കാതെ പുറകോട്ട് പോണം. നിനക്ക് എന്തായിരാ അവരോട് മര്യാദക്ക് സംസാരിച്ചോടെ? എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക എഴുതി പിടിപ്പിക്കാൻ. വേണ്ടാത്ത കാര്യങ്ങളോ ഉപ്പും മുളകും ചേർത്ത് എഴുതി പിടിപ്പിക്കുന്നത് ജേർണലിസ്റ്റിന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതുകൊണ്ട് നീ അത് വിട്. നിന്നെ പറഞ്ഞു തെറ്റാൻ ഞാനില്ല. അറിയാലോ, പിന്നെ എന്റെ
മുന്നിൽ കടങ്ങനെ കാണിച്ചതാ. ബോഡി ആദ്യം കണ്ടത് സൈറ്റിലെ പണിക്കാരൻ തന്നെയാണ്. ഇത് മാർട്ടിൻ സാറിന്റെ, അതായത് വിക്ടിമിന്റെ അച്ഛന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് തന്നെയാണ്. അപ്പൊ ബോഡി ഡംപ് ചെയ്യാൻ വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യം വന്നില്ല. ബോഡി കണ്ടിട്ട് നല്ല രീതിക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഇത്രയും വലിയൊരു ബിൽഡിംഗ്, അതും സിറ്റിയോടെ തൊട്ടടുത്ത് കിടക്കുന്നത്, എന്നിട്ട് ആരൊന്നും കേട്ടില്ലെന്നാണോ? സാറ്റർഡേ എല്ലാ വർക്കേഴ്സും ഉച്ചയ്ക്ക് തന്നെ ജോലി കഴിഞ്ഞു പോയി. സൺഡേ എല്ലാവർക്കും ലീവായിരുന്നു. സോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. So, killer chose perfect time. ആയിര, എന്താ ഇവിടുത്തെ കാര്യങ്ങള്? ഞാൻ വിവരം അറിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു. ഇനി ഇൻഫർമേഷൻ? No sir, ഇതുവരെയായിട്ട് പ്രതിയിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എന്താ തന്റെ ഒരു കൺക്ലൂഷൻ? മിക്കവാറും ഇത് മാർട്ടിൻ ജോണിനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്തിട്ടാവാനാണ് സാധ്യത. അല്ലാതെ സ്വന്തത്തിന്റെ ബോഡി ഡംപ് ചെയ്ത കാര്യമില്ലല്ലോ സാർ. ഒന്നും കൊല വിളിച്ചും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. അതിനെല്ലാം ഒറ്റയടിക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാൽ മതി. ഇവളുടെ വാ വേണ്ടാത്ത കാര്യത്തിനൊന്നും അടച്ചു വെച്ചോട്ടെ. അത് പറയുന്നതോ വേറെ ആരോടുമല്ല, മാർട്ടിന്റെ ഏറ്റവും അടുത്ത ആളോട് കൂടി തന്നെ. അതെന്താ ഏതാന്ന് കണ്ടുപിടിക്കാനാണ് തന്നെ ജോലിക്ക് വെച്ചത്. അതാദ്യം മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കുക. വിത്തിൻ 3 days ഈ കേസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. യെസ് സർ. പിന്നെ ഇയാളെ പായമത്തേക്ക് എടുത്തൊക്കെ കൊന്നിട്ട് പോയത് എന്റെ ബന്ധുവാണല്ലോ. എന്റെ ആയിരം, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? വിക്ടിമിനെ അവസാനമായിട്ട് കണ്ടതാരാ? വൺ മിസ് ജീന, സാറയുടെ ഫ്രണ്ട് തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരാ? വി ആർ ഫ്രം ക്രൈം ഡിപ്പാർട്ട്മെന്റ്. സേറാമ കേസിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാ. വാറണ്ട് ഉണ്ട്, അകത്തേക്ക് വരും മാഡം. അമ്മേ, ഇവർക്ക് വല്ലതും കുടിക്കാൻ എടുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തമ്മില് എത്ര നാളത്തെ പരിചയമാ? ഓൾമോസ്റ്റ് 20 years. ഞങ്ങളെ ചെറുപ്പം മുതൽ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ സ്റ്റഡീസിന്റെ കാര്യം വന്നപ്പം രണ്ടായിട്ട് പിരിയേണ്ടി വന്നു. നിങ്ങൾ എപ്പോഴാ സാറയെ അവസാനമായിട്ട് കണ്ടത്? ഫ്രൈഡേ നൈറ്റ് ഒരു 10:30 കാണും. അത്രയും വൈകിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പേഴ്സണൽ? നോ, പേഴ്സണൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒഫീഷ്യലായിട്ട് തന്നെയായിരുന്നു. അവളുടെ അച്ഛന്റെ കമ്പനിയിലെ CEO ആയിട്ട് ജോയിൻ ചെയ്തതിന്റെ പാർട്ടിയായിരുന്നു. ഞാനും അവളും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വഴക്കോ എന്തെങ്കിലും? ഇല്ല മാഡം, എല്ലാം നോർമൽ ആയിട്ട് തന്നെയായിരുന്നു. പാർട്ടി പകുതിയായപ്പോഴേക്കും അവള് പോയി. പോയെന്നോ? എങ്ങോട്ടേക്ക്? സേറയുടെ അച്ഛൻ പറഞ്ഞത് അന്ന് രാത്രി അവള് തന്റെ കൂടെയായിരുന്നു. അത് അങ്കിളിനെ തെറ്റിയതാവും. അങ്കിളിനെ തെറ്റിപ്പോയാലും കോൾ റെക്കോർഡിംഗ് ഒന്നും തെറ്റില്ലല്ലോ. അത് പിന്നെ ചീന എന്തിനാ കള്ളം പറയാൻ നോക്കുന്നേ? വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ അതങ്ങ് പൂർപ്പിച്ചേക്ക്. അതോ ഇനി സേറയെ ചീന എന്തേലും ചെയ്തതാണോ? മാഡം, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ചൂടാവാതെ ജീന, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ജീന മാഡം അവിടെ ഇരിക്കെ, എന്നിട്ട് ബാക്കി പറ. മാഡം, അത് അവള് പാർട്ടി പകുതിയായപ്പോഴേക്കും അവളുടെ ബോയ് ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞു പോയി. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. എന്നിട്ട് താനെന്തിനാ സേറയുടെ അച്ഛനോട് കള്ളം പറഞ്ഞത്? അങ്കിളിന് അവരുടെ റിലേഷൻഷിപ്പില് തീരെ താല്പര്യമില്ല. അതാ അങ്കിൾ വിളിച്ചപ്പം എന്റെ കൂടെയാണ് പറഞ്ഞത്. ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ? മാനുവൽ. ബട്ട് മാഡം, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവനൊരു പാവാണ്. അതിന് അവനങ്ങനെ ചെയ്തെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, വരണം. പിന്നെ സിറ്റി വിട്ട് പുറത്ത് പോകാൻ പാടില്ല. അടുത്തതിന് എന്താ മാനുവൽ? ആളുടെ ഡീറ്റെയിൽസ് വേഗം തന്നെ കണ്ടുപിടിക്കണം. മാഡം, ഈ സാമലിനെ പറ്റി അന്വേഷിച്ചപ്പം ആള് ജോലി സ്ഥലത്തും വീട്ടിലും 2 ദിവസമായിട്ട് എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞത്. ഫോളോ പേ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല.
എന്തായി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാണ്. നിങ്ങളുടെ പറഞ്ഞ ഡീറ്റെയിൽസ് കഴിഞ്ഞാല് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കായിരുന്നു. ഇന്നലെ എൻക്വയറിക്ക് പോകേണ്ട വന്നു. അതാ ഇങ്ങോട്ട് വരാൻ കഴിയുന്നത്. നോ പ്രോബ്ലം. ദെൻ മേ ഐ? യാ ഷുവർ. വിക്ടിമിന്റെ തലയുടെ ഫ്രണ്ടില് തലയോട് പൊട്ടുന്ന രീതിക്ക് ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തോ ഒന്നുകൊണ്ട് ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഒരിടിയില് തലച്ചോറിലേക്കുള്ള ഞരമ്പ് മുഴുവൻ പൊട്ടി ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അപ്പൊ സേറ കൊലയാളിയെ കാണാൻ ചാൻസ് ഇല്ലേ? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊലയാളിയുടെ DNA സേറയുടെ ബോഡിയിൽ ഉണ്ടാവില്ല. ആ ഒരു പോസിബിലിറ്റി ഞങ്ങൾ നോക്കിയതാ. പക്ഷേ നോ യൂസ്. വെൽ ക്ലീൻഡ്, നോ DNA. സോ he play a good game. Maybe ബോധം പോകുന്നതിന് മുമ്പ് തന്നെ ബോഡിയിലെ മെയിൻ വെയിനെല്ലാം കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇരയുടെ മരണം നല്ല രീതിക്ക് ആസ്വദിച്ചിട്ടുണ്ട് കൊലയാളി. പിന്നെ ശരീരത്തിലാകെ ഈ രീതികളും ഒരുപാടും ഒരു നേരത്തെ കത്തി വെച്ച് കയറിയതാവാം. ലൈക്ക് ഇപ്പൊ എന്റെ കയ്യിലുള്ള സർജിക്കൽ ബെഡില്ലേ, ഇതേപോലെ ഒന്ന്. പക്ഷെ ഇത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് മാത്രമല്ലേ ഇതേപോലത്തെ ഒന്ന് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഞാനൊരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ആയിരിക്കുന്ന യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. ലാബ് റിസൾട്ട് വരാൻ 2 ദിവസം എടുക്കും. ബാക്കിയെല്ലാം ക്ലിയർ ആക്കി. ഓക്കെ ഡോക്ടർ, താങ്ക് യു. മാനുവലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങള് വരാൻ വൈകില്ലല്ലോ. ഓടാ നിക്കണ്ട, നമുക്കെന്നാ പോയാലോ? നിന്നോട് മലയാളത്തിലല്ലേടാ പറഞ്ഞത് ഓർഡർ എഴുതുന്നത്? മാഡം, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതെല്ലാം അകത്ത് ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മാഡം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവളെ കൊന്നത് ഞാനല്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. പിന്നെന്തിനാ നീ ഞങ്ങളെ കണ്ട പോടിയത്? എന്തായാലും ഇത് കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വരുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പേടിച്ചിട്ടാണ് മാഡം. ഒന്നുമില്ലെങ്കിൽ നീ എന്തിനാ ഒളിച്ചു താമസിക്കുന്നത്? മാഡം, അവളുടെ അച്ഛന് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ തീരെ താല്പര്യമില്ല. ഇപ്പൊ ഇതും കൂടിയായ പിന്നെ അവളുടെ അച്ഛൻ ഇത് മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാ. ഞങ്ങൾക്കറിയേണ്ടതറിഞ്ഞ നിന്നെ പെട്ടെന്ന് വിടാം. അല്ലാതെ ഇതുപോലെ വാശി പിടിക്കാനാണെങ്കിൽ നീ കുറെ നാളിവിടെ കിടക്കേണ്ടി വരും. മാഡത്തിന് എന്താ അറിയണ്ടേ? ചോദിച്ചോ, ഞാൻ പറയാം. ഞാൻ ഈ കേസിൽ നിരപരാധിയാണ്. നീ സേറ മരിക്കുന്നതിന് മുമ്പ് അവളെ കാണാൻ പോയിരുന്നു മാഡം. പക്ഷെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൾ അവിടുന്ന് പോയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ വരുന്ന നേരത്തെ അറിഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടു പോയിന്ന്. പിന്നീട് നീ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചിരുന്നു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? മാഡം ഇപ്പൊ ഇതെന്നോട് ചോദിച്ചത് ഞാൻ അവളെ കൊന്നേന്ന് കരുതിയിട്ടില്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. ഞങ്ങൾ തമ്മിൽ 2 കൊല്ലമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടുള്ളൂ. എന്നാൽ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്തിനാ അവളെ കൊല്ലുന്നത്? നിന്നോട് ചോദിച്ചതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. സോറി മാഡം. എന്റെ മോളെ കൊന്നിട്ട് സൂപ്പറായിട്ട് ജീവിക്കാന്ന് കരുതിയോ? താൻ എന്തേ കാണിക്കുന്നേ? വീട് ഇത് എൻക്വയറി റൂമാണ്. നിങ്ങളത്തിൽ ഇടപെടാണ്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതെങ്ങനെ തീർക്കാമെന്ന് എനിക്കറിയാം. തന്റെ മോളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ കിടന്ന് ഷോറൊക്കെയാലുണ്ടല്ലോ. പൊന്നു മോളെ, നിങ്ങളുടെ കേസ് അന്വേഷണം എല്ലാം എവിടം വരെയെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. എന്റെ കൊച്ചു ചത്തിട്ട് ഇതിപ്പോ 4ാം ദിവസമാ. എന്നിട്ടും നിങ്ങളിത് എന്താ ഉണ്ടാക്കിയത്? ഇവനാണിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളത് ഇവന് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. മിസ്റ്റർ മാർട്ടിൻ ജോൺ, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ കടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ പിടിച്ചകത്താക്കും. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്.
നീ എന്നെ പിടിച്ചകത്താക്കുന്നോ? നിനക്ക് ശരിക്കും അറിയില്ലെന്നെ. ഇപ്പൊ ഇവിടെ നിന്ന് നിനക്ക് എന്നെ പുറത്താക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ വെളിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. തനിക്ക് പറ്റുന്നത് താൻ പോയി ഉണ്ടാക്ക്. ആരോട് ഇവരെല്ലാം അകത്ത് കയറ്റി വിട്ടത്? മാഡം അത് ഹെഡ് പറഞ്ഞുകൊണ്ട്. തനിക്കുള്ള അവസാന വാണിങ്ങ. ഈ കേസ് ഞാനാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ. ഇനി മേല ഇമാതിരി എണ്ണത്തിന്റെ എല്ലാം അകത്ത് കയറ്റിവിട്ട താൻ പിന്നെ പുറത്താ. മാഡം ഞാൻ പറഞ്ഞില്ലേ, അവളുടെ അച്ഛൻ ഇത് മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഇത്ര പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങയുടെ മോളെ കയറി പ്രേമിക്കാൻ പോയത്? താൻ പൊക്കോ. മാഡം. എന്തേ പോകുന്നില്ലേ? അകത്ത് കയറി കിടക്കണോ? വേണ്ട മാഡം, താങ്ക് യു, താങ്ക് യു. അവനെ ഇതിന് പറഞ്ഞു വിട്ടത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. എനിക്ക് തോന്നുന്നില്ല അത് ഇവനാണ്. നോയറ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഡു വാട്ട് ഐ സേ. പക്ഷേ ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അതിനു മുമ്പേ അന്വേഷണ ചുമതല വേറൊരാളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? ലിസൺ, മരിച്ചത് ആരാണെന്നും അവർക്ക് എത്രത്തോളം ഓൾഡ് ഉണ്ടെന്നും തനിക്ക് നല്ല രീതിക്ക് അറിയാലോ. അതുകൊണ്ട് ഈ കേസ് എത്രയും വേഗം തെളിയിക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ്. ഇത് വേറൊരാളെ ഏൽപ്പിക്കാൻ തോന്നിയാൽ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സാറിന് പറഞ്ഞപ്പോൾ നിസാരമായി. അപ്പോ ഇത്രയും നാളെ ഇതിന്റെ പുറകെ ഞങ്ങൾ കഷ്ടപ്പെട്ടതോ? ഐറ, അതിന് ഈ കേസിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു എന്നല്ല പറയുന്നത്. പുതിയതായിട്ട് വരുന്ന ടീമിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും എന്തായാലും കാണും. But sir, it's not possible. I'm not okay with that. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല, തനിക്ക് പോവാം. What the fuck? എന്താടി നിന്റെ പ്രശ്നം? ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ, വിട്ടുകളാ. വിട്ട് കളയാൻ പറഞ്ഞാ നിന്നെ കൊണ്ട് പറ്റുമോ? എപ്പോഴും ഇങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇടയ്ക്ക് ഓരോ മാരണങ്ങൾ കയറി വരും. നമ്മളെ കൊണ്ട് കഴിയാതെ എന്ത് തേങ്ങ ഇപ്പം വരാൻ പോകുന്നവരുണ്ടാക്കുന്നത്? നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, കണ്ടു തന്നെ കാണാം. പിന്നെ ഒരു സമാധാനം എന്താന്ന് വെച്ചാ എല്ലാ പ്രാവശ്യവും കേസ് തീരാനാകുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറി വരുന്നത്. ഇതിപ്പം നേരത്തെ വന്നല്ലോ. ഒന്നാമതേ ഞാൻ പൊളിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നീ കൂടി കൂട്ടാൻ നിൽക്കരുത്, എടുത്തിട്ട് എറിഞ്ഞ. അതുകൊണ്ടല്ലേ മിസ് ഐറ ഞാൻ നിനക്ക് വേണ്ടി കുടിക്കാൻ കൊണ്ടുവന്നത്? കുറച്ച് തണുക്കട്ടെ. വേണ്ടേ വേണ്ട, ഞാൻ കുടിച്ചോളാം. എനിക്കായിട്ട് കൊണ്ടുവന്നതല്ലേ, ഞാൻ തന്നെ കുടിച്ചോളാം. ഞാൻ തന്നിട്ട് അവരെപ്പോ വരുമെന്ന് പറഞ്ഞു. മറ്റന്നാള് മുമ്പിൽ തന്നെ അവരെ വരവേക്കാൻ ആരതിയുമായിട്ട് നിൽക്കണം മുകളിൽ നിന്നുള്ള ഓർഡർ. പിന്നെ എന്റെ പട്ടി നിൽക്കും. എന്നോട് നിൽക്കാൻ പറയരുത് പ്ലീസ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതേ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ നോക്കും. എന്നിട്ട് വന്നില്ലെങ്കിൽ ഞാൻ എന്റെ പണിക്ക് പോകും. നോക്കിക്കോ. ഐറ, കൂട്ടോ, അവര് വരും. അവരങ്ങനെ തോന്നുന്നു. Hi Ira, long time to see you. നീയാ വരുന്നതെന്ന് ഒരു വാക്കിലൂടെ പറയായിരുന്നു. അതിനാദ്യം മോളെ കോണ്ടാക്ട് ചെയ്യാനോട് മാർഗം കൂടി പറഞ്ഞതാ. എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? അത് ഞാൻ ഫോൺ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ അറിയോ? ഷീസ് മൈ ബാച്ച്മേറ്റ്. ഹാവോ, ഇപ്പോഴൊന്ന് സമാധാനായത്. ഇല്ലെങ്കിൽ വരുന്നയാളോട് ഇവിടെ എങ്ങനെ പ്രതികരിക്കുന്നു പേടിച്ചിരിക്കുമായിരുന്നു. ഹേതോ സ്വീറ്റാർട്ട്, ഞാനും കൂടി ഇവിടെ ഉണ്ട്, എന്നെ കൂടി ഒന്ന് മൈൻഡാക്ക്. നമുക്കെന്നാ ക്യാബിനിലേക്ക് പോയാലോ? ഈ വഴിക്ക്. ഇതിനും മാത്രം ചിരിക്കാൻ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നടന്നിട്ടൊന്നുമില്ല, എന്നാലും ഒരാളെ ചമ്മന്ത കാണാൻ എന്താ സുഖം ആണോ?
എന്നാ ഞാൻ നിനക്ക് കുറച്ച് സുഖം കൂട്ടിത്തരാം. ആ എന്തോ എന്നെ വിളിച്ചോ? ഞാൻ ദാ വരുന്നു. ഞാൻ നിന്നോട് പറയാൻ വിട്ടു, ഇതാൽവിൻ എന്റെ ബ്രദറിലാണ്. ഈ കേസില് ഫോറൻസിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ ഇവനും കൂടെ കാണും. അതിന് ഇവിടെ ഓൾറെഡി ഒരു ഫോറൻസിക് ടീം ഉണ്ടല്ലോ. അതിന്റെ കൂടെ പുതിയ ആളെന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെനിക്കറിയാം. ബട്ട് ഞാൻ ഓൾറെഡി ഇത് ചീഫിനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവനെയും കൂടെ ടീമിൽ ഉൾപ്പെടുത്താൻ. നിങ്ങളെല്ലാം സ്വയം തീരുമാനമെടുത്ത സ്ഥിതിക്ക് എന്നോടല്ല എന്തിനാ പറയുന്നത്? നീ ഇത് കാര്യാക്കണ്ട. അവൾ അങ്ങനെയാ, ഉള്ളിലൊന്നും വെച്ചിട്ടായിരിക്കില്ല പറയുന്നത്. ഫാമിലി ഡിസ്കഷൻ ഒന്നും കഴിഞ്ഞെങ്കിൽ നമുക്ക് കേസിനെ പറ്റി സംസാരിക്കാം. നീ സമ്മതിക്കാതെ എങ്ങനെയാ സ്വീറ്റാട് നമ്മുടെ ഫാമിലിയുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്? നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇവരുടെ വന്നത് തന്നെ. കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഇവിടെ വന്നിരിക്കേ. ഓടാ, അവളുടെ ഉടുക്കിലെത്തി ചവിട്ട്. ബിൽഡറായ മാർട്ടിൻ ജോന്റെ ഏകപുത്രിയാണ് കൊല്ലപ്പെട്ട സാറ. പുറത്തുപോയി പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം അവളുടെ അച്ഛൻ്റെ കമ്പനി തന്നെ CEO ആയിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ പാർട്ടി നടക്കുന്ന ടൈമിലാണ് കാണാതായത്. ഈ സംഭവം നടക്കുന്നത് ഒക്ടോബർ 25. ബോഡി പോലീസിന് കിട്ടുന്നത് ഒക്ടോബർ 28. അതും സ്വന്തം പേരില് പണി നടന്നുകൊണ്ടിട്ടുള്ള ബിൽഡിംഗ്. ബിസിനസ് റവഞ്ച് ആണെന്ന് ആദ്യം ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. ബട്ട് അതിന് ശരിവെക്കുന്ന ഒരു ഹിന്റും കിട്ടിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നു, മിസ്റ്റർ മാനുവൽ. അവളുടെ ബോയ് ഫ്രണ്ടാണ്. അന്നേ ദിവസം അവനെ കാണാൻ വേണ്ടിയാ അവൾ നേരത്തെ ഇറങ്ങിയതെന്ന് അവളുടെ ഫ്രണ്ട് ജീന പറഞ്ഞത്. പക്ഷേ അവനെ ചോദ്യം ചെയ്തപ്പം അവൻ അന്നേ ദിവസം അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവളെ കാണാൻ പറ്റിയിട്ടില്ല. കോൾ ലൊക്കേഷൻസും അത് തന്നെയാ പറയുന്നത്. അപ്പോ ആ ഒരു ടൈമിലായിരിക്കും കില്ലർ അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. പക്ഷേ ആ സമയത്തെ ഫുട്ടേജ് എല്ലാം ബ്ലാങ്ക് ആണ്. CCTV ഒരു ടെക്നിക്കൽ എററാണെന്ന് പറയാം. പക്ഷേ അത്രയും വലിയൊരു പാർട്ടി ഹാളില് ആരും ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച്. സാറയുടെ പേഴ്സണലായിട്ട് റിവെഞ്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ഒരു പോസിബിലിറ്റി ഞങ്ങൾ നോക്കിയതാ. ഫാമിലിനോട് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. ഓ, ഇതൊന്നും ഇല്ലെങ്കിൽ വല്ല സൈക്കോപാത്തും കൊണ്ടിട്ടിട്ട് പോയി കാണും. ഇറ്റ്സ് ജസ്റ്റ് എ പോസിബിലിറ്റി ഗായ്സ്, തള്ളിക്കളയണ്ട. അങ്ങനല്ലേ എനിക്കും തോന്നി. സിനിമയിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ കേസ് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നേരിട്ട് അന്വേഷിക്കാന്ന് പറയുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ. നിങ്ങൾ രണ്ടാളും എക്സാം എഴുതിയിട്ട് തന്നെ പാസ്സായതല്ലേ, അല്ലാതെ ജോലിയാരും കൈക്കൊണ്ട് തന്നതല്ലോ. ഇവരെല്ലാം പറയുമ്പോൾ കുറച്ച് ചിന്തിച്ചിട്ടെങ്കിലും പറ. അതിന് ഞങ്ങളുടെ പോസിബിലിറ്റിക്ക് എന്താ കുഴപ്പം? ഏത് സൈക്കോപാത്താടാ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊന്നിട്ടിട്ട് പോകുന്നത്? സൈക്കോയ്ക്ക് നല്ലപോലെ അടുത്തറിയാവുന്ന ആളാണെങ്കിലോ പേഴ്സണലായിട്ട് എന്തെങ്കിലും വെച്ച് തട്ടിക്കളഞ്ഞതായിരിക്കാം. ഒരു സോഷ്യോപാത്ത് അല്ലെങ്കിൽ സൈക്കോപാത്ത് എന്ന് പറയുമ്പം അവർക്ക് ഇമോഷൻസ് ഉണ്ടാകത്തില്ല. അവർക്ക് ആകെയുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുമ്പോൾ കിട്ടുന്ന സുഖമാണ്. നോർമലായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ മറ്റൊരാളെ കൊല്ലുമ്പം വെൽ പ്ലാൻഡ് ആയിരിക്കും. അയാളുടെ ഡെയിലി റൊട്ടീൻ, ഫാമിലി, അയാൾ ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, അയാളെ ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അടുത്ത മൂവ് നടത്തും. പക്ഷേ ഒരു സൈക്കോപാത്തിൻ്റെ കേസിൽ അയാളുടെ ഇമോഷൻസ് ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പം മുന്നിൽ നിൽക്കുന്നത് ആരാണോ അയാളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ചെറിയവരെന്നോ പ്രായമായിരുന്നോ ഇല്ല. പേഴ്സണലി അവർക്ക് അറിയാൻ യാതൊരു തരത്തിലുള്ള ചാൻസും ഇല്ല. ഇൻ കേസ് പേഴ്സണലി അറിയാവുന്ന ആളാണെങ്കിൽ മരണം ഇതിലും കൂടുതലായിരിക്കും. ഒരാളെ കൊന്നതിന് ശേഷം ബോഡി പബ്ലിക് കൂടുന്ന ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കും. അത് ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഭയം വരുത്താനും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാനും കൂടിയാണ്. മാത്രമല്ല ബോഡി പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് അവരുടെ കൂടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇൻ കേസ് നോക്കുകയാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടില്ലേ ബോഡി കിട്ടിയത്. അതിൽ തന്നെ സോഷ്യോപാത്തും സൈക്കോപാത്തും രണ്ടും രണ്ടാണ്. സൈക്കോപാത്ത് ആരെ വേണമെങ്കിലും കൊന്നും, എന്നാൽ സോഷ്യോപാത്ത് അവർക്ക് സോഷ്യലി ഉണ്ടായിട്ടുള്ള ഇഷ്യൂനെ ട്രിഗർ ചെയ്യുന്നത് ആരാണ് അവരാണ് ചൂസ് ചെയ്യുന്നത്. മതി, ബാക്കി നീ പറയണ്ട. പണ്ട് എനിക്ക് ലെക്ചർ ക്ലാസ് ഇഷ്ടമല്ല, ഏറെക്കുറെ എനിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, കേട്ടിരുന്നല്ലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് രണ്ടിന്റെ വായ അടയ്ക്കാൻ പറ്റുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലേ? വന്നു. മാറ്റാറ് കുറച്ച് ഹൊറിബിളാണ്. മൊബൈലിൽ നിന്നുള്ള പ്രഷർ കാരണം വേഗം തന്നെ ബോഡി വീട്ടുകാർക്ക് വിട്ടെടുക്കേണ്ടി വന്നു. ഇതിലെ ബ്ലഡ് സാമ്പിൾസ് ഇല്ലല്ലോ. കൊടുത്തിട്ടുണ്ട്, നാളെ റിസൾട്ട് വരുത്തുള്ളൂ. എനിക്ക് ക്രൈം സ്പോട്ട് കാണണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചീഫിനെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, വൈബബ്, നീ ആൽഫിയുടെ കൂടെ പോയിട്ട് സാറെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമോ നോക്ക്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ.
ആൽബി, നീ ഞങ്ങളുടെ കൂടെ വാ. ചേച്ചി ഇതുവരെ കടന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞോളൂ. ഈ ഫയൽ മുഴുവൻ ചെക്ക് ചെയ്യാനുണ്ട്. നീ കടന്നു. ഞാൻ പെട്ടെന്നൊന്നും ഉറങ്ങൂലെന്ന് ചേച്ചിക്കറിയാലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇയാൾക്ക് കിടക്കാൻ എന്റെ ബെഡ് മാത്രമേ ഇവിടെ ഉള്ളോ? ഡോക്ടർ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതാ ടേബിളിൽ വെച്ചേക്ക്. ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഡോക്ടർ. ഹലോ, താൻ എവിടെയാ? ഡോക്ടർ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഇത് അവന്തിക. ഈ കേസ് അന്വേഷിക്കാൻ ഇവളും കൂടെ കാണുവിനി. ഹായ്, ഐ എം വൈകാലക്ഷ്മി. നിങ്ങളെ വിളിപ്പിച്ചത് എന്താന്ന് വെച്ചാല് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. എനിത്തിങ് സീരിയസ്? സീരിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു. സേറയുടെ ബ്ലഡില് 18% ഒരു കെമിക്കലിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കടലിൽ കാണുന്ന ഒരു ടൈപ്പ് റയർ ജെല്ലി ഫിഷ് ആണ്. പക്ഷെ അതിന്റെ വിഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം വേദന എടുപ്പിച്ച് കൊല്ലാൻ പറ്റുമോ അത്രത്തോളം അതിന്റെ ഒരു ചെറിയ ഡോസിനെ കൊണ്ട് പറ്റും. പക്ഷെ അത് റെയർ അല്ലേ? അതിവിടെ ഒന്നും കിട്ടില്ലല്ലോ. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് ആ രീതിക്ക് ഒരു അന്വേഷണം നടത്താം. ഇങ്ങനത്തെ കെമിക്കൽസ് എല്ലാം ഇല്ലീഗൽ ആയിരിക്കും. ഐ തിങ്ക് വി ക്യാച്ച് ദ പേഴ്സൺ ഈസിലി. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാ നേരിട്ട് വരാൻ പറഞ്ഞത്. എന്ത് പറ്റി? ഞാൻ ഇതേ പാറ്റേൺ വേറൊരു കേസിൽ കണ്ടിട്ടുണ്ട്. എക്സാക്ട് പറയുവാണെങ്കിൽ 1 month മുമ്പ് ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടി. സേറയുടെ കില്ലിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അതും ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞില്ല. ബട്ട് ഈ റിപ്പോർട്ട് വന്നപ്പം അത് കൺഫേം ആയി. അതാ നിങ്ങളോട് പറഞ്ഞത്. ഡോക്ടർ ഏത് കേസിനെ പറ്റിയാ പറയുന്നത്? 1 month മുമ്പ് എന്ന് പറയുമ്പം ഏത് സെക്ഷൻ? നിങ്ങളുടെ സെക്കൻഡ് ടീമിനായിരുന്നു അതിന്റെ ഇൻചാർജ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നിനക്ക് ആ കേസിനെ പറ്റി അറിയില്ലേ? 1 month മുമ്പ് വരെ വളരെ സെൻസേഷനിലായ ഒരു കേസായിരുന്നു ഇത്. പിന്നെ ഞങ്ങളും സെക്കൻഡ് ടീമും വളരെ നല്ല സ്നേഹത്തിലായത് കാരണം അവരൊരു കാര്യം ഞങ്ങളോട് പറയില്ല. അപ്പോ കേസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും? ഒരാളുണ്ട്, അയാൾ ഹെൽപ്പ് ചെയ്യും. നീ പറഞ്ഞ കേസിന്റെ ഫയല് സാർ ആദ്യം കുറച്ച് ചാടിക്കടിച്ചു. പിന്നെ ചീഫ് പറഞ്ഞത് കാരണം അടങ്ങി. ഇതുവരെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അതിലുണ്ട്. പക്ഷേ കേസിന്റെ റിപ്പോർട്ട് മാത്രം കോപ്പിയുള്ളൂ. ഒറിജിനൽ അങ്ങേറ്റ് തന്നില്ല. കുഴപ്പമില്ല, ഇത് തന്നെ ധാരാളം. താങ്ക് യു അൻവർ. താങ്ക്സ് ഒന്നും വേണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയല്ലോ, അത് മതി എനിക്ക്. അന്ന് നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്ന് പുറത്താം. ഒരു ഫയൽ കൊടുക്കാൻ ഇതിന് മാത്രം സമയം വേണോ? ഇനി അവർ തമ്മിൽ വേറെന്തെങ്കിലും? സത്യം പറയാലോ, അൻവറിന് അവളുടെ അടുത്തേക്ക് ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. അവക്ക് തിരിച്ച് അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? എടച്ചെറുക്ക, നീ ചങ്കിക്കുത്തുന്ന വർത്താനൊന്നും പറയരുത്. പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവന്റെ ഒരു ചുമ്മാ. അല്ല, ഇനി അവക്ക് വേറെന്തെങ്കിലും റിലേഷൻഷിപ്പ്? അവളുടെ സ്വഭാവം വെച്ച് വേറെ ആര് വരാനാ? പിന്നെ പണ്ടെങ്ങാണ്ട് ഒരുത്തം പുറകെ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞ? ആ പട്ടി പെണ്ട് ഇനി കണ്ണുമുള്ളതാണ് കണ്ട കൈയും കാലും തല്ലി ഒരിക്കലും അവൾ പറഞ്ഞത്. സാറ് പിടിക്കണ്ട, സാറ് ട്രൈ ചെയ്തോ. തോക്കുന്നുറപ്പായാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് കൂടെ ചേർക്ക, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. ഇത്ര പെട്ടെന്ന് പിന്മാറിയോ? എന്തുവാ സാർ ഇത്? കുറച്ചു മുമ്പ് ഒരുത്തന്റെ കൈയും കാലും ഓടിക്കുന്ന പറഞ്ഞല്ലേ? ആ, ദാ ആളാണിത്. ഈസ് ദാറ്റ് യു? വെരി ഗുഡ്. അൻവർ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ കേസിന്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. വ്യക്തിയുടെ പേര് കൃതി ഷെട്ടി.
ഇവിടെയുള്ള നമ്പർ 1 ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനായിട്ട് ജോയിൻ ചെയ്ത് 3 ദിവസം പോലും ആയിട്ടില്ല. സെപ്റ്റംബർ 5 മിസ്സിംഗ് ആയി. സെപ്റ്റംബർ 7 ബോഡി പോലീസിന് കിട്ടി. അതും സ്വന്തം പേരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ. ഞാൻ റിപ്പോർട്ട് ഫുള്ള് ചെക്ക് ചെയ്തു. സേറ എങ്ങനെയാണോ കൊല്ലപ്പെട്ടത് അതേപോലെ തന്നെയാണ് കൃതിയും. ബോഡിയിലുണ്ടായ മുറിപ്പാടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ കേസിൽ ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം ഇത് രണ്ടും ചെയ്തത് ഒരാൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? അവര് തമ്മില് സെയിം ഏജ് ആണ്. ഇതുവരെ അത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഹലോ മോളെ, ചേച്ചി ഇതെവിടെയായിരുന്നു? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കാന്നറിയോ? സോറി മോളെ, പുതിയൊരു കേസ് വന്നു, അതിന്റെ പുറകെയായിരുന്നു. അന്ന ജസ്റ്റ് മെസ്സേജെങ്കിലും അയച്ചൂടെ? വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി. എന്റെ മോള് പേടിക്കണ്ട, നിന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. അതെനിക്കറിയാം. എന്നാലും അതെല്ലാം വിട്. നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. ഇന്നത്തെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. നമ്മൾ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും അതെന്താന്ന് പിടികിട്ടുന്നില്ല. കേസ് തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. നമുക്ക് നോക്കാം. കാര്യങ്ങൾക്കൊന്നും തീരുമാനമാകാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോ നീ എന്നെ മിസ് ചെയ്തില്ല? ഞാൻ എന്റെ ചാച്ചുവിനെ ഒരുപാട് മിസ് ചെയ്തു. മോനെ, നിന്നെ ആരെങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി അപ്പച്ചനും വന്നോ? ഇല്ലല്ലോ, എന്നെ പപ്പയാ കൊണ്ടുവന്നെ. ഇച്ചായനോ? എന്നിട്ട് എവിടെ? അടുക്കളയില് എല്ലാവർക്കും കഴിക്കാനുണ്ടാക്കുക. ഹലോ പോലീസ് മാഡം, വന്നോ? നിങ്ങളുടെ വരുന്ന കാര്യം എന്നോട് പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കില് മാഡത്തിന്റെ ഈ ഹഗ്ഗിങ് മിസ്സാവില്ലേ? എവിടം വരെയായി 3 അന്വേഷണം? അത് പറയാതിരിക്കുന്നതാളിയാ നല്ലത്. വന്നത് ഒരു കേസ് അന്വേഷിക്കാൻ, ഇപ്പൊ ചെയ്യുന്നതോ 2. അതെന്ത് പറ്റി? ഇപ്പൊ അന്വേഷിക്കുന്ന കേസും മുമ്പ് നടന്ന കേസുമായിട്ട് മാച്ചാണ്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രതിയെ പറ്റി എന്തെങ്കിലും? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വക്കീൽ സാറിന് എന്തെങ്കിലും കുരുട്ടെ പറ്റി പറഞ്ഞു തരാനുണ്ടോ? ദാദാ, നീ മേടിക്കുവേ. ചുമ്മാ ഒരു രസം. അല്ല, അമ്മച്ചി ഇപ്രാവശ്യം എന്നെ ഉപദേശിക്കാൻ അച്ഛനോട് പറഞ്ഞില്ലേ? നിന്നെ ഒന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാ വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കിച്ചായ അങ്ങോട്ട്. അച്ചോടാ, അപ്പയുടെ പൊന്നിനെ അപ്പ ഉറക്കാലോ. വാടകുട്ട, നമുക്കും പോയി കിടന്നുറങ്ങാം. ഇന്ന് ഒരുപാട് പണിയെടുത്തതല്ലേ, നല്ല ക്ഷീണം. കിടക്കുന്നതെല്ലാം കൊള്ളാം. ഇന്നലത്തെ പോലെ കെട്ടിപ്പിടിക്കാൻ അങ്ങനെ വന്നാല് ചവിട്ടി നിലത്തിരിഞ്ഞ്. ഓ, അവനൊരു തമാശ. നിനക്ക് എന്താ പറ്റിയേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. വന്നിട്ട് 2 ആഴ്ചയായി. ഇതുവരെ കേസിന് ഒരു പ്രോഗ്രസും വന്നിട്ടില്ല. എന്ത് ചെയ്യുന്ന ഒരെത്തും പിടിയില്ല. നീ വിഷമിക്കാതെ. എന്തെങ്കിലും ഹിന്റ് എവിടെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടാവും. ടൈം ആവുമ്പം അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങളുടെ വക്കീലന്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളെ കഷ്ടപ്പെട്ട് പിടിക്കുന്ന പ്രതിയെ നിങ്ങൾ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടു പോകും. നമ്മുടെ പ്രൊഫഷൻസ് കീരിയും പാവം പോലെ ഒരുപാട് പ്രോബ്ലംസ് നേരിടേണ്ടി വരും. പക്ഷെ അതെല്ലാം പുറത്ത് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ റൂമില് ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ വിട്ടേക്കാം. നീ ഇപ്പൊ എന്നെ ശ്രദ്ധിക്കടേ. ഞാൻ എന്റെ ഭാര്യയെ എത്രത്തോളം മിസ് ചെയ്തെന്ന് നിനക്കറിയോ? ഞാനും പിന്നെ
ചെയ്യാതിരിക്കുവോ? നിങ്ങളെ കേസെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? ഞാനും മോനും മാത്രം പിന്നെ. അതുകൊണ്ടല്ലേ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ എനിക്കൊരു 2-2.5 ആഴ്ചത്തെ മിസ്സിങ് പറഞ്ഞു തീർക്കാനുണ്ട്. എന്തുവാ മനുഷ്യ, കുഞ്ഞുറങ്ങുന്നില്ലേ? അവൻ അവന്റെ കട്ടിലില് സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ട്. ഇനി നാളെ രാവിലെ നോക്കിയാൽ മതി. അപ്പോഴേക്കും ഞാൻ എന്റെ പകുതി മിസ്സിങ് തീർക്കാൻ നോക്കാം. ഓഹോ, എന്താ മോനെ ഉദ്ദേശം? നമ്മുടെ ആദ്യത്തിന് എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് അവനൊരു കൂട്ട് വേണ്ടേ? അതിന് അതിന് ഇനി സംസാരമൊന്നുമില്ല, എല്ലാം ആക്ഷൻ മാത്രം. നിങ്ങൾ വന്നോ? കേറി വാ. വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? ഇല്ല, ഞങ്ങള് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ചോദിച്ചു വന്നു. നിങ്ങൾ ഇരിക്കുക, ഞാൻ അവരെയും കൂടെ വിളിച്ചിട്ട് വരാം. അളിയ, ഡോണ്ട് അവിടെ ഇരിക്കുന്ന ചെറിയ സാധനമാണ് ഞാൻ പറഞ്ഞത്. വലിപ്പം കണ്ട് വിലയിരുത്തണ്ട, ആളൊരാറ്റം ബോംബാണ്. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത്രയും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ എന്റെ കല്യാണത്തിന് പോലും വന്നിട്ടില്ലല്ലോ, അപ്പൊ നിനക്ക് ആളെ പരിചയം കാണില്ല. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. ഹായ്, ഐ എം അലോഷി യാദവ്, ലോയറാണ് ഹൈക്കോർട്ടില്. എനിക്കറിയാം, ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കേസ് വരുമ്പോ നിങ്ങളെല്ലാം വലിയ തിളങ്ങി നിൽക്കുന്നത്. ദിസ് ഈസ് അവർ ജൂനിയർ ആദം മിലഷി. അതെന്താ അങ്ങനെ? പേര് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇവന്റെ പേരിടുന്ന സമയത്ത് അപ്പച്ചനും ഇങ്ങനെ ഒരേ അടിയായിരുന്നു. അവരുടെ പേര് ഇവന്റെ കൂടെ ഇടണമെന്ന്. അവസാനം രണ്ടുപേരുടെയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അതെന്തായാലും കൊള്ളാം, നൈസ്. ഐറയുടെ ഫാമിലി ആയിട്ട് ആരൊക്കെയുണ്ട്? എനിക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. പേരൻസ് നേരത്തെ മരിച്ചു പോയതാ. ഓ സോറി. അത് കുഴപ്പമൊന്നുമില്ല. എന്നാ നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ, ഞാൻ മാറി തന്നേക്കാം. മോനെ വാ. നീ കേസിന്റെ കാര്യത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോൾ കുഞ്ഞിനത് ബുദ്ധിമുട്ടാവില്ലേ? അവൻ അവന്റെ അപ്പം കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അത് കാരണം ഞാൻ ഫ്രീയാ, എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. അന്നാ നമുക്ക് തുടങ്ങിയാലോ? കൃതിയെ കാണാതാവുന്നതിന് മുമ്പുള്ള CCTV ഫുട്ടേജ് കിട്ടിയതുണ്ട്. അതില് അവളൊരു ഷോപ്പിലേക്ക് കയറി പോകുന്നതുണ്ട്, ബട്ട് ഇറങ്ങി വരുന്നതില്ല. ഷോപ്പിന്റെ ഉള്ളില് ക്യാമറ ഉണ്ടാവില്ലേ, അപ്പോ അതിന്റെ ഫുട്ടേജോ? അതൊരു ലോക്കൽ ഷോപ്പാണ്, അതുകൊണ്ട് ഉള്ളില് ക്യാമറ ഇല്ല. ഇത് തന്നെ സ്ട്രീറ്റ് ഫുട്ടേജ് ആണ്. അപ്പോ അതിന്റെ അടുത്തുള്ള സർവൈവൽ ക്യാമറയില് എന്തെങ്കിലും പതിയാതിരിക്കില്ലല്ലോ. അവിടെ ആദ്യം സസ്പീഷ്യസ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് വിക്സ കാറാണ്. അതിന്റെ വണ്ടി നമ്പർ ട്രേസ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ വ്യാജനാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ടല്ലോ. മിക്കവാറും അവരത് റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇരിക്കുന്ന അന്വേഷണമൊക്കെ ചിലപ്പോൾ തെറ്റിന്ന് വരും. ഞാനത് ചെക്ക് ചെയ്യാം. പിന്നെ ആ കെമിക്കലിന്റെ ഡീറ്റെയിൽസ് എന്തായി? ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ നോ യൂസ്. ഓൺലൈൻ സൈറ്റിലും ഇതുപോലത്തെ സാധനങ്ങൾ ഇല്ലീഗലായിട്ട് വിൽക്കുന്നുണ്ട്. അവിടെയും നമുക്ക് വേണ്ട കെമിക്കൽ അല്ല ഉള്ളത്. അപ്പൊ അതിനും ഒന്നും കിട്ടിയില്ലെന്നർത്ഥം. ഇത്രയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആള് ചില്ലറക്കാരനല്ല. എത്ര വലിയ ആളാണെങ്കിൽ കൂടി ഒരു ചെറിയ തെറ്റ് വരുത്താതിരിക്കില്ലല്ലോ. നോക്കാം അവന്റെ കളി എത്ര നാൾ പോകുന്നു.